സോ ഹായ് ഓൾ, ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അഗൈൻ. അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ സിമ്പിളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും എല്ലാം താല്പര്യമുള്ളവർക്കായിട്ട് നമ്മൾ ഓൾറെഡി ഒരു ലേണിംഗ് സീരീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കുറേ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെയാണ്. അത് പലപ്പോഴായിട്ട് നമ്മൾ പുതിയ പുതിയ സ്ട്രാറ്റജീസും അല്ലാതെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസിൽ തന്നെ എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്ന സമയത്ത് നമ്മളതിങ്ങനെ സ്ട്രാറ്റജീസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് മുമ്പായിട്ട് ബേസ് മുതൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മുതൽ നിങ്ങൾ അറിയേണ്ടുള്ള എല്ലാ കാര്യങ്ങളും, ഓഹരി വിപണിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചുരുക്കിക്കൊണ്ട് നമ്മളൊരു സീരീസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് കാണുക. കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ എസ്പെഷ്യലി ഇൻട്രാഡേയിൽ എന്തൊക്കെ മൂവ്മെൻറ്റ് നടക്കും, ആ മൂവ്മെൻറ്റ് നമുക്ക് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം, അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുവഴി ട്രേഡ് ചെയ്യാനും അതുവഴി ലാഭം ഉണ്ടാക്കാനും നഷ്ടമാണെങ്കിൽ അതെങ്ങനെ കുറയ്ക്കാമെന്നുള്ളതും അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി CPR എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ആ CPR എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ലേണിംഗ് സീരീസാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 3ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുറച്ച് ആകെപ്പാടൊരു കൺഫ്യൂഷൻ ആയെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ CPRൻ്റെ ലേണിംഗ് സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡിലാണ് അപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എപ്പിസോഡ് നിങ്ങളിപ്പം തമ്മിൽ കണ്ടാലും മണി സോൺ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോ കാണുന്ന പലർക്കും ഇതെല്ലാം ഒരു പുതിയ അറിവായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അറിയുന്ന ഒരുപാട് ആൾക്കാർ കാണും, എന്നാലും കുറച്ചുകൂടെ ആ അറിവിനെ നമുക്കൊന്ന് കോൺക്രീറ്റ് ഇട്ടൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഇടുന്ന വീഡിയോസ് ആണെന്ന് കൂട്ടിയാലും മതി. അപ്പോൾ ഞാൻ ഈ പറയുന്ന, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ CPRൻ്റെ ലേണിംഗ് സീരീസ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഫുള്ള് തിയറി അല്ലെങ്കിൽ വേറെയുള്ള കാര്യങ്ങളാണല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കാം. പക്ഷേ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം CPR റിലേറ്റഡ് ആയിട്ട് CPRനെ കുറിച്ച് തന്നെയാണ് സത്യത്തിൽ ഞാൻ ഈ സംസാരിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾക്കത് മുന്നോട്ട് പോയി ഞാനിപ്പോൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും, മാർക്കറ്റിലെ ഓരോ ബിഹേവിയറും മാർക്കറ്റിലെ ഓരോ പ്രൊഫൈലും ഞാൻ പറയുന്ന ഓരോ സോണും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും CPRൻ്റെ ഓരോ ലൈൻസൊക്കെ ആണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചുരുക്കി അങ്ങോട്ട് വന്ന് അവസാനം നമ്മൾ CPRൻ്റെ ആ ഒരു ഇൻഡിക്കേറ്റർ അങ്ങോട്ട് ഫോം ചെയ്ത് അതിനകത്തോട്ടുള്ള കാര്യങ്ങൾ എടുത്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ കാര്യങ്ങളും ഇതിന് മുമ്പുള്ള നമ്മൾ എന്തിനാണ് പഠിച്ചത്, അതുവഴി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം നമുക്കപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ വലിയ ചളവും കാര്യങ്ങളും അടിച്ച് ഭീകരമായിട്ട് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ മണി സോൺ ആണ്. ഈ മണി സോൺ എന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് നമുക്ക് അടിമുടി ഇതിനെങ്ങ് മനസ്സിലാക്കി പോകാനൊന്നും പറ്റില്ല. അപ്പം മണി സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് വരുന്ന 2-3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, ആ 3 പോയിൻറ്റ് ഏതൊക്കെയാണെന്ന് മാത്രമേ ഇന്ന് പറയത്തുള്ളൂ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ ടോപ്പിക്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മണി സോൺ എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ മണി സോണിന് മുമ്പ് നമുക്കൊന്ന് തട്ടിക്കുറഞ്ഞെടുക്കാം ആദ്യം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ചതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ലേണിംഗ് സീരീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം പഠിച്ചത് അണ്ടർസ്റ്റാൻഡിങ് മാർക്കറ്റ്, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മാർക്കറ്റിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് എന്താ മനസ്സിലായി, ഇവിടെ 2 തരത്തിലുള്ള ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് മാർക്കറ്റ് എന്നുള്ളത്. അത് നമ്മൾ പൊതുവേ പണ്ട് ഇക്വിറ്റിയിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ തന്നെ ബയ്യറും സെല്ലറും എന്ന് മാത്രമേ നമുക്കറിയത്തുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അതിനെ ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കി ബയ്യേഴ്സിൽ തന്നെ 2 ചേരിക്കാരുണ്ട്. തെക്കേടത്തും കിഴക്കേടത്തും എന്ന് പറയുന്ന പോലെ റെസ്പോൺസീവ് ബയ്യേഴ്സും ഉണ്ട്, ഇനിഷ്യേറ്റീവ് ബയ്യേഴ്സും ഉണ്ട്. സെയിം ലൈക്ക് വൈസ് അതുപോലെ തന്നെ സെല്ലേഴ്സിലും റെസ്പോൺസീവ് സെല്ലേഴ്സും ഉണ്ട്, ഇനിഷ്യേറ്റീവ് സെല്ലേഴ്സും ഉണ്ട്. അപ്പോൾ ഈ 2 തരത്തിലുള്ള ആൾക്കാർ ബയ്യേഴ്സിലും ഉണ്ട്, സെല്ലേഴ്സിലും ഉണ്ട്. അത് നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ കുറച്ചൊന്ന് ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ 2 തരത്തിലുള്ള ചേരിക്കാരെ നമ്മൾ പഠിച്ചപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് എന്തുവായിരുന്നു അറിയാനുള്ള കാര്യം. ശരി, ഈ 2 തരത്തിലുള്ള ചേരിക്കാരെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവരേതൊക്കെ സമയത്താണ് വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഇവരുടെ എന്താ പറയുന്ന പ്രസൻസ് എവിടേക്കാണ് ഓരോ ദിവസവും വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ആ സാധ്യതയുള്ള സ്ഥലങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മാർക്കറ്റിൽ പ്രശ്നം നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എപ്പോഴൊക്കെയാണ്, അല്ലെങ്കിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ള സംഭവങ്ങൾ നമുക്ക് മുൻകൂട്ടി ഒരു ഐഡിയ വേണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വൃത്തിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അത് നമ്മളെ കൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം എന്താണ്, ഒരു ദിവസം മാർക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മണിക്കൂർ നമ്മൾ തെക്കേടത്തിനെയും കിഴക്കേടത്തിനെയും നമ്മൾ അതിൻ്റേതായുള്ള വഴിക്ക് വിട്ടുകൊടുക്കുക. ബയ്യേഴ്സും സെല്ലേഴ്സും തമ്മിൽ എന്തെങ്കിലും ഒന്ന് തീരുമാനമാവുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ തീരുമാനം ആവുന്നില്ലെങ്കിലും ഇൻ കേസ് ഇനി ഏതെങ്കിലും ഒരാൾ ആധിപത്യം കാണിച്ച് ഭയങ്കര മൂവ്മെൻറ്റ് നടത്തിയാലും
അത്തരത്തിലുള്ള മൂവ്മെൻ്റ് ഒക്കെ നടന്നാലും എങ്ങനെയുള്ള മൂവ്മെൻ്റാണ് നടക്കുന്നതെങ്കിലും ആദ്യത്തെ ഒരു മണിക്കൂർ കഴിയുമ്പം അന്നത്തെ ദിവസം എന്തായിരിക്കും എന്നുള്ള ഏകദേശം ഒരു ഐഡിയ നമ്മൾ ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഡേയ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മളെ മാർക്കറ്റിൽ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇനി എന്താണ് നമുക്ക് അറിയേണ്ടുള്ളത്? അപ്പോൾ മാർക്കറ്റിൽ ഇനിഷ്യേറ്റീവ് ബയേഴ്സും ഇനിഷ്യേറ്റീവ് സെല്ലേഴ്സും റെസ്പോൺസീവ് ബയേഴ്സും റെസ്പോൺസീവ് സെല്ലേഴ്സും ഇവരെല്ലാവരും കിടന്ന് അടിയൂടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഫെയർ വാല്യൂ എവിടെയാണ്. അതായത് മാർക്കറ്റ് ഇപ്പോൾ ഫെസിലിറ്റേറ്റ് ചെയ്ത് നിൽക്കാൻ ഏറ്റവും നല്ല സ്ഥലം അല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പം ബയേഴ്സും സെല്ലേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന സ്ഥലം ഏതാണ്, അതാണ് ഇനി കണ്ടെത്തേണ്ടുള്ളത്. കാര്യം നമ്മൾ ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഡേയ്സ് പഠിച്ചു, ഈ ബയേഴ്സിനെ സെല്ലേഴ്സിനെ കുറിച്ചും പഠിച്ചു. ഇനി ഇവരെല്ലാവരും കിടന്ന് ഈ അടിയൂടുന്ന എന്തിനാണ്? മാർക്കറ്റിൽ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മൂവ്മെൻറ്റ് എവിടെ പോയി ഒന്ന് നിൽക്കണം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എവിടെ നിൽക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്. കാര്യം ഒരിക്കലും നിശ്ചലമായിട്ട് എന്തായാലും മാർക്കറ്റിലെ മൂവ്മെൻറ്റ് നിൽക്കില്ല. കാര്യം ഈ ബയേഴ്സും സെല്ലേഴ്സും എന്തെങ്കിലുമൊക്കെ എപ്പോഴും ബയ്യും സെല്ലും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ എപ്പോഴും ബയേഴ്സിനും സെല്ലേഴ്സിനും പൊതുവായിട്ട് ഇഷ്ടമുള്ള സ്ഥലം ഏതാണ് അത് കണ്ടുപിടിക്കലാണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് ഈ മണി സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മണി സോണിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ കണക്കത്തെ ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിത്തുടങ്ങും. അത് വെച്ച് തന്നെ ചാർട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ആയി തുടങ്ങും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വേറൊന്നുമല്ല, മണി സോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈസ് കുറേ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഈ കുറേ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് നിശ്ചിതമായിട്ടുള്ള മാർക്കറ്റ് ടൈമിലാണ് മൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഈ ഓരോ ടൈമിലും മാർക്കറ്റ് മൂവ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരുപാട് സമയം ഇങ്ങനെ മാർക്കറ്റിൻ്റെ ആ ഒരു നമ്മൾ 6-6.5 മണിക്കൂറാണല്ലോ നമുക്ക് മാർക്കറ്റ് ടൈമുള്ളത്. ഈ 6-6.5 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രൈസ് റെസ്പെക്റ്റ് ചെയ്തേക്കുന്ന ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എന്തായാലും കാണും. സോ ആ പോയിന്റിനെ നമ്മൾ കണ്ടെത്തുക. ആ പോയിന്റിനെ കണ്ടെത്തി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളെന്നുള്ളത് നമുക്ക് പിന്നെ മനസ്സിലാക്കാം. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞ മണി സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ ചളുവടിച്ച് ചെളിയാക്കുന്നില്ല, നേരെ നമുക്ക് മണി സോൺ എന്താണെന്നുള്ളത് ജസ്റ്റ് എൻ്റെ തിയററ്റിക്കൽ ഒന്ന് മനസ്സിലാക്കാം. കാര്യം ഈ മണി സോൺ മനസ്സിലാക്കണമെങ്കിൽ അതിന് മുന്നേ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ മനസ്സിലാക്കണം. എന്താണെന്നുള്ളൊരു സംഭവം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്കിനി തിയറിയിലോട്ട് പോയി. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ താണ്ട ഇപ്പം ഈ മണി സോൺ എന്താണെന്ന് പറയാൻ പോവുകയാണ്. പക്ഷേ അത് കംപ്ലീറ്റ്ലി മണി സോണിനെ കുറിച്ചല്ല നമ്മൾ പറയാൻ പോകുന്നത്. വായിച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആ റെഡിൽ എഴുതിയേക്കുന്ന വായിച്ച്, ദ മണി സോൺ ഓഫേഴ്സ് മാർക്കറ്റ് ജനറേറ്റഡ് ലെവൽസ് ദാറ്റ് ആർ ബേസ്ഡ് ഓൺ ദ ടൈം ആൻഡ് പ്രൈസ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ്. അതായത് ഒരു പർട്ടിക്കുലർ ലെവൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ടൈമും പ്രൈസും തമ്മിലുള്ള ആ ഒരു റിലേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിനെ കണ്ടുപിടിക്കാനായിട്ട് ഉള്ളൊരു സംഭവമാണ് ഈ മണി സോൺ എന്ന് പറയുന്നത്. അതങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകാം. ചാർട്ടൊക്കെ കാണിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് നോക്കാം. The money zone easily displays the most important level that the market profile has to offer. അതായത് മാർക്കറ്റ് പ്രൊഫൈൽ ഓഫർ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് മണി സോൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം എന്താ മനസ്സിലാക്കണം? മാർക്കറ്റ് പ്രൊഫൈൽ എന്താണെന്ന് മനസ്സിലാക്കണം. The market profile was created by J. Peter Schneidmeyer in the early 1980s in a joint effort with the Chicago Board of Trade in order to display the time and price relationship as it unfolded in the market. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഇനി പ്രത്യേകിച്ച് എന്തായാലും പറയണോ, ഇത് കണ്ടുപിടിച്ച മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിച്ച ഈ പുള്ളിക്കാരനാണ് 1980s അത് ഇവരുമായിട്ടും കൂടെ ഒരു ജോയിൻ്റ് എഫേർട്ടായിരുന്നു. ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡുമായിട്ടുള്ളൊരു ജോയിൻ്റ് എഫേർട്ടിലൂടെ ടൈമും പ്രൈസും തമ്മിലൊരു റിലേഷൻ വെച്ചിട്ട് പുള്ളിക്കാരൻ കണ്ടുപിടിച്ച ഒരു സംഭവമാണ് മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അതുവഴിയാണ് നമുക്ക് മണി സോൺ കണ്ടെത്താൻ സഹായിക്കുന്നത്. സോ before we can understand the money zone, we must first understand the basic components of the market profile. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മണി സോൺ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ള സംഭവം എന്താണ്? മാർക്കറ്റ് പ്രൊഫൈൽ. അപ്പോൾ ഈ മാർക്കറ്റ് പ്രൊഫൈൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ചാർട്ട് കാണുമ്പോഴത്തേക്ക് കാര്യം സിമ്പിളായിട്ട് പിടികിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചർ എന്നുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന ഈ സംഭവങ്ങളില്ലേ, അത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങോട്ട് എഴുതിയേക്കുന്നത്. അത് എന്തെന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഈ വെർട്ടിക്കൽ ആക്സിസിൽ കാണുന്ന സംഭവമില്ലേ, അതായത് ഇതാണ്ട് ഈ കാണുന്ന സംഭവങ്ങൾ, ഇതിനകത്ത് ഈ പ്രൈസ്, ഈ കാണുന്നതാണ് പ്രൈസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, എന്നാൽ കൂടെ ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ ഹൊറിസോണ്ടൽ ആക്സിസിൽ കാണിച്ചേക്കുന്നതാണ് ടൈം. അപ്പോൾ നിങ്ങൾ നോക്കും ഇവിടെ സമയം എവിടാന്നുള്ളത് നിങ്ങളിങ്ങനെ നോക്കും. അപ്പോൾ ഇതാണ്ട് ഈ ഓരോ പ്രൈസിൻ്റെ നേർക്കും ഇങ്ങനെ ഓരോരോരോരോരോരോ ആൽഫബറ്റ്സ് കാണുന്നില്ലേ, ഇതാണ് ടൈം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഈ ടൈം എന്ന് പറയുന്നത് ഈ ടൈം നമ്മൾ ആൽഫബറ്റ്സിൽ സൂചിപ്പിച്ചേക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ
ഈ ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ മനസ്സിലാക്കാനാണ്. അതിനുവേണ്ടി ഇതൊന്ന് വായിച്ചു നോക്കേ. The alphabets uses to categorize segments of time next to price, which are technically called time price opportunities. Okay, the first letter of the alphabet represent the first segment of the time, which is usually the first 30 minutes of the day. Okay, ഇനി പിന്നെ അതുപോലെ each new segment of the time will correspond to a new letter until trading is done for the day. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായാലേ, നിങ്ങൾ വിട്ടുതരുന്ന വലിയ ചപ്പ് ചവറുള്ള കാര്യങ്ങളൊന്നും അല്ല, ഞാൻ പറയുന്നത് സിമ്പിളായിട്ട് നിങ്ങൾ കേട്ടോ. ഈ ആൽഫബറ്റ്സ് എഴുതിയേക്കുന്നത് ഓരോ ആൽഫബറ്റും ആദ്യത്തെ ആൽഫബറ്റ് സൂചിപ്പിക്കുന്നത് മാർക്കറ്റിൻ്റെ ആദ്യത്തെ അരമണിക്കൂറിനെയാണ്. രണ്ടാമത്തെ ആൽഫബറ്റ് ബി സൂചിപ്പിക്കുന്നത് മാർക്കറ്റിൻ്റെ അടുത്ത അരമണിക്കൂറിനെയാണ്. മൂന്നാമത്തെ ആൽഫബറ്റ് സൂചിപ്പിക്കുന്നത് മാർക്കറ്റിൻ്റെ അടുത്ത അരമണിക്കൂറിനെയാണ്. അങ്ങനെ മാർക്കറ്റ് എൻഡ് ചെയ്യുന്നത് വരെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈസിൽ ഓരോ പ്രൈസിലും ദാണ്ട് ABCDLMN, അതായത് ഓരോ പ്രൈസിലും ഏറ്റവും കൂടുതൽ സമയത്ത് മാർക്കറ്റിൽ ഒരു പ്രൈസ് റെസ്പെക്റ്റ് ചെയ്തേക്കുന്ന പോയിന്റ് എവിടാണ് അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ദാണ്ട് മാർക്കറ്റ് ഈ ഇത്രയും പോയിന്റ്, ഈ 1098.75 മുതൽ 1097 ഈ ഇത്രയും ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് നിന്നേക്കുന്നത്, ഒരു ദിവസം മാർക്കറ്റ് നിന്നേക്കുന്നത്. അതായത് വേറൊന്നുമല്ല, ഒരു പർട്ടിക്കുലർ പോയിന്റിനെ മാർക്കറ്റ്, പർട്ടിക്കുലർ പോയിന്റ് മീൻസ് ഒരു പർട്ടിക്കുലർ ഏരിയ, അത് ഒരു പർട്ടിക്കുലർ പോയിന്റ് ആവാം, ഒരു പർട്ടിക്കുലർ ഏരിയ ആവാം. ഫോർ എക്സാമ്പിൾ ഇപ്പം 10 രൂപ വിലയുള്ളൊരു സ്റ്റോക്ക് ആണെങ്കിൽ അത് 5, 6, 7 ഈ 3 വിലയുള്ള ഈ 3 പ്രൈസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ, 3 പ്രൈസിൻ്റെ ഇടയിലായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ കിടന്ന് കളിച്ചേക്കുന്നത്. അതുപോലെ ഇവിടെ അന്നത്തെ ദിവസം മാർക്കറ്റ് 1096 മുതൽ 1100 വരെ മൂവ് ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ബയേഴ്സും സെല്ലേഴ്സും ഇഷ്ടപ്പെട്ടിരുന്ന സ്ഥലമെന്ന് പറയുന്നത് ദാണ്ട് ഈ ഇത്രയുമാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സമയം ബയേഴ്സും സെല്ലേഴ്സും അടി കൂടിയിട്ട് ദാണ്ട് ഈ പോയിന്റിലാണ് എത്തിച്ചത്. അതായത് 1098 എന്ന് പറയുന്ന പോയിന്റിലാണ്. നോക്കേ, ABCDEFG ഇല്ലല്ലേ, JKLMN. അപ്പം ഇടയ്ക്ക് വെച്ച് ഒരു സമയത്തില്ലായിരുന്നേ ഉള്ളൂ. അല്ലാതെ എല്ലാ അരമണിക്കൂറിലും ഈ ബയേഴ്സും സെല്ലേഴ്സും പ്രൈസിനെ ഈ ഒരു ലെവലിലോട്ട് കൊണ്ടുവന്നായിരുന്നു. മനസ്സിലായേ? എല്ലാ അരമണിക്കൂറിലും 1098 എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് ബയേഴ്സും സെല്ലേഴ്സും ആ ഒരു പ്രൈസിനെ കൊണ്ടുവന്നുകൊണ്ടിരുന്നു. 1098.75 പോകുമ്പോൾ അത് വീണ്ടും 1098 കൊണ്ടുവരും. അതുപോലെ താഴോട്ട് പോകുമ്പോൾ വീണ്ടും അത് മുകളിലോട്ട് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാം, ആ ഏരിയയാണ് നമ്മൾ പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ബയേഴ്സും സെല്ലേഴ്സും ഏത് പ്രൈസിലോട്ടാണോ ആ പോയിന്റിനെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റിനെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബയേഴ്സും സെല്ലേഴ്സും ഹാപ്പി ആയിട്ട് ഒരു പ്രൈസിലെത്തുമ്പോൾ വലിയ വിഷയങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന സ്ഥലം ഏതാണോ അതാണ് പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു പർട്ടിക്കുലർ പ്രൈസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസിനെയാണ് നമ്മൾ, ആ ഒരു പർട്ടിക്കുലർ ഏരിയയാണ് നമ്മൾ പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലോട്ടും താഴോട്ടും ഏറ്റവും കൂടുതൽ സമയത്ത് മാർക്കറ്റ് നിന്നേക്കുന്നത് എവിടെയാണോ അതിനെയാണ് നമ്മൾ വാല്യൂ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ സിംപിളി പറഞ്ഞാൽ ഇതൊരു ദിവസമായിട്ട് കൂട്ടുക. ഇതൊരു ദിവസത്തിൽ 1096 മുതൽ 1100 വരെ ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ് ആയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 1098.75 മുതൽ 1097 ഈ ഒരു 1.17 ഈ ഒരു ₹1.75 ഇടയിലാണ് ഏറ്റവും കൂടുതൽ ബയേഴ്സും സെല്ലേഴ്സും ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് നിർത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ അവർ ഹാപ്പിയാണ്, രണ്ടുപേരും വലിയ അടികൂട്ടമില്ലെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഇനി പോകണമെങ്കിൽ ഇനിഷ്യേറ്റീവ് ബയേഴ്സോ ഇനിഷ്യേറ്റീവ് സെല്ലേഴ്സോ വരണം. അതുപോലെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ റെസ്പോൺസീവ് ബയേഴ്സും സെല്ലേഴ്സും ആയിരിക്കും കടന്ന് കളിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാം, ഒരു പർട്ടിക്കുലർ പോയിന്റിനെ ഏറ്റവും കൂടുതൽ ബയേഴ്സും സെല്ലേഴ്സും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിനെ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഏത് ഏരിയ അല്ലെങ്കിൽ ഏത് പ്രൈസ് ലെവലിലാണോ കിടന്ന് കളിക്കുന്നത് അതിനെയാണ് വാല്യൂ ഏരിയ എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് ഒരുപാട് കൺഫ്യൂഷൻ ആക്കേണ്ട, അവസാനം ചാർട്ട് കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ while the structure offers an abundance of information, the two areas that stand out
ദ പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ ആൻഡ് ദ വാല്യൂ ഏരിയ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞായിരുന്നു 2 ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്ന് പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ, ഏറ്റവും കൂടുതൽ ബയേഴ്സും സെല്ലേഴ്സും റെസ്പെക്ട് ചെയ്യുന്ന പോയിന്റ്. വാല്യൂ ഏരിയ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിനകത്ത് 70% സമയത്തും മാർക്കറ്റ് കിടന്ന് കളിക്കുന്ന ആ ഒരു ഏരിയയാണ് വാല്യൂ ഏരിയ എന്ന് പറയുന്നത്. അതാണ് ഈ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയയാണ് നമ്മൾ വാല്യൂ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി. വേർ ദ പോയിന്റ് ഓഫ് കൺട്രോൾ ഈസ് ദ പ്രൈസ് where the most trading activity occurred during the day as represented by the longest line of TPOs. അതായത് TPOs എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി. ഏറ്റവും കൂടുതൽ ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടത് എവിടെയായിരുന്നു? 1098 എന്ന് പറയുന്ന ഈ ഒരു ലെവലിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബയേഴ്സും സെല്ലേഴ്സും നിന്ന ഒരു, അതായത് ഒരു നമ്മുടെ പ്രൈസും ടൈമും തമ്മിലുള്ള റിലേഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്തേക്കുന്ന പോയിന്റ് ഇവിടാണ്. ഈ സമയത്താണ് ആ പ്രൈസ് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്തേക്കുന്നത്. ഈ പ്രൈസിനെയാണ് എല്ലാ സമയങ്ങളും റെസ്പെക്ട് ചെയ്തേക്കുന്നത്, ഏറ്റവും കൂടുതൽ സമയം റെസ്പെക്ട് ചെയ്തേക്കുന്നത് ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ. ഓക്കെ, അപ്പോൾ അടുത്തത് ദിസ് പ്രൈസ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് ഇറ്റ് റെപ്രസെൻറ്റ് ദ ഫെയറസ്റ്റ് പ്രൈസ് ടു ബോത്ത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? ബയേഴ്സിനും സെല്ലേഴ്സിനും ഏറ്റവും ഫെയർ ആയിട്ട് അന്നത്തെ ദിവസം മാർക്കറ്റിൽ ഓക്കെ ഈ പ്രൈസാണ് ബയേഴ്സും സെല്ലേഴ്സും ഹാപ്പി, ഈ പോയിന്റ് എത്തുമ്പോഴാണ് അവർ ഹാപ്പി. ആ ഒരു ഫെയറസ്റ്റ് ലെവൽ അതായിട്ട് തോന്നുന്നതുകൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ അത് റെസ്പെക്ട് ചെയ്യുന്നത്. ദ വാല്യൂ ഏരിയ ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഇലിസ്ട്രേറ്റ് വെയർ 70% ഓഫ് ദ ട്രേഡിംഗ് ആക്ടിവിറ്റി ഒക്കെ ഡ്യൂറിങ് ദ ഡേ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഇതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ 90% സമയത്ത് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടൈംസ് മാർക്കറ്റിൽ ബയേഴ്സും സെല്ലേഴ്സും റെസ്പെക്ട് ചെയ്തേക്കുന്ന പോയിന്റിന് നമ്മൾ പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നു. മോർ ദാൻ 70% ഓഫ് ദ ടൈമും ഒരു പർട്ടിക്കുലർ ഏരിയ എവിടെയാണോ റെസ്പെക്ട് ചെയ്യുന്നത് അതിനെയാണ് വാല്യൂ ഏരിയ എന്ന് പറയുന്നത്. ദ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ദ വാല്യൂ ഏരിയ റേഞ്ച് ക്യാൻ ടെൽ യു വെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എൻറ്റേർഡ് ദ മാർക്കറ്റ് വെൻ ദേ പെർസീവ്ഡ് പ്രൈസ് ടു ബി അവേ ഫ്രം ഫെയർ വാല്യൂ. ഓക്കെ, അപ്പോൾ ദാണ്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടോപ്പ് ഏരിയയും പോയിന്റ് ഓഫ് കൺട്രോളിൻ്റെ ഈ ടോപ്പ് ഏരിയ അഥവാ വാല്യൂ ലൈൻ ഹൈ അല്ലെങ്കിൽ വാല്യൂ ഏരിയ ഹൈ, ഇത് വാല്യൂ ഏരിയ ലോ, ഈ 2 പോയിൻ്റാണ് ഡിസൈഡ് ചെയ്യുന്നത് അന്നത്തെ ദിവസം ഇനിഷ്യേറ്റീവ് ബയേഴ്സ് ആയിരിക്കും അന്ന് അവിടെ ഓവർടേക്ക് ചെയ്യുന്നത്, ഇനിഷ്യേറ്റീവ് സെല്ലേഴ്സ് ആയിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, റെസ്പോൺസീവ് ബയേഴ്സ് ആയിരിക്കും, റെസ്പോൺസീവ് സെല്ലേഴ്സ് ആയിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ ദാണ്ടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1098 എന്ന് പറയുന്ന ഒരു റേഞ്ച്, ഇതിൻ്റെ മുകളിലോട്ട് ദാണ്ടെ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ആവുന്നു, ഉടനെ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആവുന്നു. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്താ മനസ്സിലാക്കാം? ഇതൊരു ആദ്യത്തെ ഒരു 1, 2, 3 മണിക്കൂർ വേണമെങ്കിൽ കഴിഞ്ഞോട്ടെ, മാർക്കറ്റിൻ്റെ 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു ഏരിയയിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് വീണ്ടും അവിടെ നിന്ന് റിവേഴ്സ് ആവുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? അവിടെ റെസ്പോൺസീവ് സെല്ലേഴ്സ് നിൽപ്പുണ്ട്. ഇനി നേരെ മറിച്ച് ഇവിടുന്ന് നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവും? നമ്മുടെ ഇനിഷ്യൽ ബാലൻസ് ബ്രേക്കായി. അതായത് ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇനിഷ്യൽ ബാലൻസ് നമുക്ക് ഫോമായി കിട്ടും. അപ്പോൾ ഏത് സൈഡിലോട്ടാണോ ബ്രേക്ക് ആവുന്നത് അപ്പോൾ ആ സൈഡിലോട്ട് നമുക്ക് മൂവ്മെൻറ്റ് പ്രെഡിക്റ്റ് ചെയ്ത് തുടങ്ങാം. അതിനനുസരിച്ച് അന്നത്തെ ദിവസത്തെ ഒരു മാർക്കറ്റ് ഡേയ്സിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും ആദ്യത്തെ ഇനിഷ്യൽ ബാലൻസിൻ്റെ ലെവൽ വെച്ച്. കാര്യം നമ്മൾ ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഡേയ്സ് പഠിച്ചവരാണ്. അപ്പോൾ അതുവഴി നമുക്ക് അന്നത്തെ ദിവസത്തെ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ പറ്റും. എവിടെ ആയിരിക്കും ഇനിഷ്യേറ്റീവ് ബയേഴ്സ് വരുന്നതെന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റും, എവിടെ ആയിരിക്കും ഇനിഷ്യേറ്റീവ് സെല്ലേഴ്സ് വരുന്നതെന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റും. അതൊക്കെ ചാർട്ട് കാണിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇനി മണി സോൺ ലെവൽസ് എന്ന് പറയുന്നത്, അതായത് ദ മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചർ ഓഫേഴ്സ് ആൻ അമേസിംഗ് array ഓഫ് ഇൻഫർമേഷൻ ഫ്രം മാർക്കറ്റ് സൈക്കോളജി ടു പ്രൈസ് ബിഹേവിയർ. മണി സോൺ ടേക്സ് ദ മോസ്റ്റ് വാല്യുബിൾ ഇൻഫർമേഷൻ ഫ്രം ദ മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചർ ആൻഡ് പ്രസൻസ് ഇറ്റ് ഇൻ എ മാനർ ദാറ്റ് ഈസ് ബോത്ത് പവർഫുൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അതായത് വളരെ സിമ്പിളായിട്ട് മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന അതിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. ഇതിൽ നിന്ന് കടഞ്ഞെടുത്തേക്കുന്ന നെയ്യ്, അതായത് കൊപ്രയിൽ നിന്ന് കടഞ്ഞെടുക്കുന്ന നെയ്യ് എണ്ണയെന്ന് പറയുന്നത് പോലെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിൽ നിന്ന് നമ്മൾ കടഞ്ഞെടുക്കുന്ന വളരെ വാല്യുബിൾ ആയിട്ടുള്ള റെലവൻറ്റ് ഇൻഫർമേഷനും ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് പവർഫുൾ സാധനമാണ് മണി സോൺ എന്ന് പറയുന്നത്. ദ മണി സോൺ യൂസസ് ദ 3 മോസ്റ്റ് പവർഫുൾ ലെവൽസ് ഓഫ് ദ മാർക്കറ്റ് പ്രൊഫൈൽ. അതായത് 3 കാര്യങ്ങളാണ് ഈ മണി സോൺ ഈ മാർക്കറ്റ് പ്രൊഫൈലിൽ നിന്ന് എടുക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. രണ്ടാമത്തെ വാല്യൂ ഏരിയ ഹൈ, അതായത് അപ്പർ ബൗണ്ടറി ഓഫ് ദ വാല്യൂ ഏരിയ, നമ്മുടെ ആ ബോക്സിൻ്റെ മുകളിൽ കണ്ടത്. വാല്യൂ ഏരിയ ലോ എന്ന് പറഞ്ഞാൽ ലോവർ ബൗണ്ടറി ഓഫ് ദ വാല്യൂ ഏരിയ. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലോട്ട് ആദ്യം വെക്കുക. ഞാൻ പറഞ്ഞത് കുറച്ച് സ്പീഡായി പോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ മനസ്സിരുത്തി ജസ്റ്റ് നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കെ. ഞാനൊരു സിമ്പിൾ കാര്യം പറയുന്നതുകൊണ്ടാണ് ഞാൻ അത്രയും സ്പീഡിൽ പോകുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റ് രാവിലെ ഓപ്പണായി.
മാർക്കറ്റ് രാവിലെ ഓപ്പൺ ആയതിനു ശേഷം പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് തുടങ്ങി. എനി സ്റ്റോക്ക് ആയിക്കോട്ടെ, ഏത് സ്റ്റോക്കോ ഏത് ഫ്യൂച്ചേഴ്സോ ഏത് ഓപ്ഷൻസോ എന്തോ ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും ഒരു മാർക്കറ്റ് ഓപ്പണായി ദാണ്ട പ്രൈസ് മൂവ് ചെയ്യാൻ തുടങ്ങി. പ്രൈസ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. അത് മുകളിലോട്ട് പോകാം, താഴോട്ട് വരാം, സെല്ലേഴ്സ് സെല്ല് ചെയ്യാം, ബൈ ചെയ്യാം. അത് ഏതെങ്കിലും പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ റെസ്പെക്ട് ചെയ്യുന്നതായിരിക്കാം, പ്രീവിയസ് ഡേ ഹൈ ആയിരിക്കാം, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാമറയിലെ പിവറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കാം, മൂവിങ് ആവറേജസ് ആയിരിക്കാം, എന്തോ ആകട്ടെ. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴത്തേക്ക് അത് ഇറങ്ങി വീണ്ടും താഴോട്ട് വരുന്നു, എന്നിട്ട് വീണ്ടും അത് മുകളിലോട്ട് പോകുന്നു, എന്നിട്ട് താഴോട്ട് വരുന്നു. അപ്പോൾ ഇതിനിടയിലെല്ലാം ഏറ്റവും കൂടുതൽ അന്നത്തെ ദിവസം മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത ഒരു പോയിന്റ് കാണും. ഓക്കെ, ഏറ്റവും കൂടുതൽ സമയത്ത് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത ഒരു പർട്ടിക്കുലർ പോയിന്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരുപാട് സമയത്ത് ഒരു പോയിന്റ് റെസ്പെക്റ്റ് ചെയ്തേക്കാം. അത്തരത്തിലുള്ള പോയിന്റ് വരാത്തത് ഒരേ ഒരു ദിവസത്തിൽ മാത്രമേ ഉള്ളൂ. അതേതാണ് ദിവസം? ട്രെൻഡിങ് ഡേയിൽ. ട്രെൻഡിങ് ഡേയിൽ അത്തരത്തിലുള്ള ദിവസങ്ങൾ വരില്ല. അല്ലാത്ത എല്ലാ ദിവസത്തിലും ഇങ്ങനെയുള്ളൊരു സംഭവം നടക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം നടക്കാൻ സാധ്യതയുള്ളപ്പോൾ നമുക്കൊരു ദിവസം കഴിഞ്ഞു, അന്ന് 3:30 അപ്പോൾ ഇന്നേ ദിവസം ഏത് പോയിന്റിനെയാണോ അത് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്തേക്കുന്നത് അതാണ് നാളത്തെ ദിവസത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ദിവസത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്തേക്കുന്ന ഒരു പർട്ടിക്കുലർ ഏറ്റവും കൂടുതൽ ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി എവിടെ ആയിരുന്നു, ഏറ്റവും കൂടുതൽ സമയത്ത് ഒരു പ്രൈസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൈസ് അല്ലെങ്കിൽ ആ ഒരു ലെവലാണ് നമ്മൾ നേരെ പിറ്റേ ദിവസത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ ആയിട്ട് എടുക്കുന്നത്. പലപ്പോഴും ഞാൻ ടെലഗ്രാമിലും അല്ലാതെ ഞാനിങ്ങനെ ചാർട്ട് ഷെയർ ചെയ്യുമ്പോഴും പറയാറുണ്ട്, ഇതാണ് പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ, ഈ പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയയെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്തോണം, വളരെ രീതിയിൽ അത് മാർക്ക് ചെയ്തിട്ടേക്കാന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ടെലഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനുശേഷം ആ ഒരു വാല്യൂ ഏരിയയൊക്കെ സിമ്പിളായിട്ട്, ഇനിയില്ല ഞാൻ അടുത്ത ചാർട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി തരാം. അതായത് ഇത്രയും സിമ്പിളായിട്ട് വിചാരിച്ചാൽ മതി. 70% ഒരു ദിവസം ആ പ്രൈസ് കിടന്ന് കളിക്കുന്ന ഏരിയ ഏതാണെന്ന് നോക്കുക. അതാണ് ഒരു ദിവസത്തെ വാല്യൂ ഏരിയ എന്ന് പറയുന്നത്. ആ 70% മാർക്കറ്റ് കിടന്ന് കളിക്കുന്ന സ്ഥലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സമയം മാർക്കറ്റ് ഏത് പോയിന്റിനെയാണോ റെസ്പെക്റ്റ് ചെയ്തത് ആ പോയിന്റാണ് പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ എന്ന് പറയുന്നത്. ഇത് രണ്ടും നമുക്ക് ആവശ്യം വരുന്നത് നെക്സ്റ്റ് ഡേയിലേക്കാണ്. ഓക്കെ, അതായത് തൊട്ട് പ്രയർ ഡേയിൽ എന്താണോ ആ കാണിക്കുന്ന മൂവ്മെൻറ്റ് അതാണ് നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കേണ്ടുള്ളൊരു സ്ഥലം. കാര്യം അവിടെ എത്തുമ്പോൾ ബയ്യേഴ്സും സെല്ലേഴ്സും ഹാപ്പിയാണ്. അപ്പോൾ ഇൻ കേസ് അവിടെ നിന്ന് ഇപ്പോൾ ഒരു ഇറക്കം വരുന്നു, അതായത് മുകളിൽ നിന്ന് ഇപ്പോൾ ഒരു ഇറക്കം വന്നു കഴിഞ്ഞാലും ആ പോയിന്റിൽ ഇനിഷ്യേറ്റീവ് പാർട്ടിസിപ്പൻസ് വരാനുള്ള സാധ്യത കുറവാണ്. ഇനിഷ്യേറ്റീവ് പാർട്ടിസിപ്പൻസ് എവിടെയാണ് വരുന്നത്? ഒന്നെങ്കിൽ വാല്യൂ ഏരിയ ഹൈ അല്ലെങ്കിൽ വാല്യൂ ഏരിയ ലോ. നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ എന്ന് പറയുന്നത് ബയ്യേഴ്സും സെല്ലേഴ്സും ഹാപ്പി ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ നിന്ന് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മോർ ദാൻ 90% ആ പോയിന്റിനെ അത് റെസ്പെക്റ്റ് ചെയ്ത് തിരിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ സിമ്പിളി പറഞ്ഞാൽ സിമ്പിളായിട്ടൊന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഇതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല, ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി തൊട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു പോയിന്റാണ് മണി സോൺ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണോ അത് നമ്മൾ നാളത്തെ ദിവസത്തേക്ക് വേണ്ടി ഇന്ന് തന്നെ മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഒരു ടേണിംഗ് പോയിന്റ് കണക്ക് അത് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് സിമ്പിളി നിങ്ങൾക്കൊന്ന് പറയാം, നമ്മളെല്ലാവരും സാധാരണ കാണുന്ന രീതിയിൽ അത് ചാർട്ടിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ദാണ്ടെ ഞാൻ നമ്മുടെ നിഫ്റ്റിയുടെ ഇതെടുത്ത് വെച്ചേക്കാണ്. ഈ രണ്ട് സൈഡിലും കാണുന്ന നീല വരയില്ലേ അതാണ് കറക്റ്റ് ഒരു ദിവസം. ദാണ്ടെ നിങ്ങൾക്ക് ഇവിടെ ടൈമിങ് നോക്കാൻ പറ്റും. 9:15 ദാണ്ടെ 3:25, അതായത് ഒരു ദിവസത്തെ കറക്റ്റ് ഞാനിങ്ങനെ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുക? നോക്കേ, പ്രൈസ് ഇവിടുന്ന് പൊങ്ങുന്നു, അതുപോലെ പ്രൈസ് ഇങ്ങോട്ട് താഴുന്നു, വീണ്ടും പ്രൈസ് പൊങ്ങുന്നു, വീണ്ടും താണ്ട് ഇവിടെ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നു, വീണ്ടും എന്താ ഇവിടെയും വിക്കെല്ലാം ഈ പോയിന്റ് റെസ്പെക്ട് ചെയ്യുന്നു, ഇവിടെയും അത് റെസ്പെക്ട് ചെയ്യുന്നു, ഇവിടെയും എല്ലാം അത് റെസ്പെക്ട് ചെയ്യുന്നു, ഇവിടെ റെസ്പെക്ട് ചെയ്യുന്നു, ഇവിടെ റെസ്പെക്ട് ചെയ്യുന്നു, ഇവിടെ എല്ലാം ഒരു പർട്ടിക്കുലർ പോയിന്റിനെ മാർക്കറ്റ് ത്രൂ ഔട്ട് ബയ്യേഴ്സും സെല്ലേഴ്സും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അതാണ് പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ, വിച്ച് മീൻസ് ദ പേർപ്പിൾ ലൈൻ. ഈ പർപ്പിൾ ലൈൻ കണ്ടോ, ഇതിനാണ് നമ്മൾ പർപ്പിൾ അല്ലെങ്കിൽ പിങ്ക്, ഈ ലൈനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ എന്ന് പറയുന്നത്. എന്നാൽ മാർക്കറ്റ് ഹൈയും ലോയും അല്ല ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്, നിങ്ങൾ അതാണ് ശ്രദ്ധിക്കാനുള്ളത്. മാർക്കറ്റ് ഏറ്റവും കൂടുതൽ സമയത്ത്
നിന്നേക്കുന്നത് ഏത് ലെവലിലാണ്. അപ്പോൾ ഈ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും 70% സമയത്ത് മാർക്കറ്റ് ഇതാണ്ട് ഈ ലെവലിൻ്റെയും ഈ ലെവലിൻ്റെയും നടുക്കായിരുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ വാല്യൂ ഏരിയ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്ക് നമ്മൾ വരച്ച് വെക്കാനുള്ള സംഭവം. വരച്ച് വെക്കാനുള്ള മീൻസ് ഇതാണ് മെയിനായിട്ട് വരയ്ക്കാനുള്ളത്. അതിൽ തന്നെ ഈ 2 ഏരിയ ഇല്ലേ, ഈ 2 ഏരിയ നമ്മുടെ മൈൻഡിൽ വേണം. കാര്യം ഇവിടെ നമ്മൾ മുന്നോട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പിറ്റേ ദിവസത്തേക്ക് ഇവിടുന്ന് നല്ലൊരു ബ്രേക്കൗട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഇനിഷ്യേറ്റീവ് ബയേഴ്സ് വന്നു. ഓക്കെ, ഇനിഷ്യേറ്റീവ് ബയേഴ്സ് വന്നു. അതിന് നമുക്കൊരു കൺഫർമേഷൻ കിട്ടാനായിട്ട് നമ്മൾ എന്താ വേണം, ഇവിടെ നോക്കേ, ഇവിടെയും നല്ലൊരു ക്യാൻഡിൽ വന്നതായിരുന്നു. അപ്പോൾ ഇതാണല്ലോ പ്രീവിയസ് ഡേ ഹൈ. അപ്പോൾ ഇവിടുന്ന് ഇനിഷ്യേറ്റീവ് ബയേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ നോക്കണം പ്രീവിയസ് ഡേ ഹൈയും കൂടെ അത് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ പ്രീവിയസ് ഡേ ഹൈയും ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാം, അവിടെ ഇനിഷ്യേറ്റീവ് ബയേഴ്സ് വന്നു തുടങ്ങി. ഇനി മാർക്കറ്റ് ആ സൈഡിലോട്ട് കുറച്ച് മൂവ്മെൻറ്റ് നടത്താൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ നെക്സ്റ്റ് ഏതാണ് റെസിസ്റ്റൻ്റ്, അല്ലെങ്കിൽ അത് ട്രെൻഡ് ലൈൻ ആയിക്കോട്ടെ, പ്യൂട്ട്സ് ആയിക്കോട്ടെ, ഏതെങ്കിലും ബേസ് ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടെങ്കിൽ അവിടം വരെ ആ പോയിന്റ് റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യം ഇനിഷ്യേറ്റീവ് ബയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാർക്കറ്റിലോട്ട് എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് അവർ മാക്സിമം പുഷ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തൊട്ട് തലേ ദിവസവും അന്നത്തെ ദിവസവും തമ്മിലുള്ള ഒരു കോറിലേഷൻ നമുക്കറിയണം. ആ കോറിലേഷൻ അറിയണമെങ്കിൽ ഏറ്റവും കൂടുതൽ മണി സോൺ എവിടെയായിരുന്നു നമ്മൾ കണ്ടുപിടിക്കണം. ആ മണി സോൺ എവിടെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പ്രൈസും ടൈമും വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഇതിലൂടെ നിങ്ങൾക്ക് മണി സോൺ, അതായത് നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയയും നമ്മുടെ വാല്യൂ ഏരിയയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായാടേ? അപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ഓവർ കൺഫ്യൂഷൻ ആക്കാനൊന്നും വേണ്ട, സിമ്പിൾ കാര്യമാണ് ഞാനീ പറഞ്ഞത്. പക്ഷേ എത്ര പേര് ഇതിനു മുമ്പ് ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ നോക്കുക. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ ഇതുവരെ പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, വാല്യൂ ഏരിയ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. സിമ്പിളായിട്ട് പറഞ്ഞു തന്നു ഏറ്റവും കൂടുതൽ പോയിന്റ് റെസ്പെക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ. ഓൾമോസ്റ്റ് 70% ഏരിയയും എവിടെയാണോ നിൽക്കുന്നത് അതാണ് വാല്യൂ ഏരിയ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു തന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് അറിയാനാണെങ്കിൽ. എന്നാലും കുറച്ചുകൂടി നമുക്ക് ഡീപ്പായിട്ട് പോകാം. എന്നാലും ഈ ഇത്രയും കാര്യം മനസ്സിലാക്കിയതിലൂടെ നിങ്ങളെ ചാർട്ട് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. ചാർട്ട് ഏതോ ആയിക്കോട്ടെ, നിങ്ങൾ സ്റ്റോക്ക് ആയിക്കോട്ടെ, ഇൻഡെക്സ് ആയിക്കോട്ടെ, ഫ്യൂച്ചേഴ്സ് ആയിക്കോട്ടെ, ഏത് സംഭവങ്ങളായാലും നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് ഈ ട്രെൻഡിങ് ഡേയ്സ് വിടുക. ട്രെൻഡിങ് ഡേയ്സ് വിട്ടേക്ക്. അല്ലാത്ത ദിവസങ്ങളിൽ, കാര്യം ട്രെൻഡിങ് ഡേയ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാന്നുള്ളത് നമുക്കിപ്പോൾ ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഡേയ്സ് പഠിച്ചപ്പോൾ അറിയാം. ഇനി നമുക്കറിയേണ്ടുള്ള എന്താണ്, അല്ലാത്ത ദിവസത്തിൽ എവിടെയൊക്കെ ഇനിഷ്യേറ്റീവ് ബയേഴ്സ് അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് സെല്ലേഴ്സ് ആയിട്ടുള്ള ഇവരൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മണി സോൺ മനസ്സിലാക്കണം. ഈ മണി സോൺ നമുക്കിനി എങ്ങനെ മനസ്സിലാക്കാന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ പിടികിട്ടി. ഇനി നിങ്ങൾ എടുത്ത് നോക്കേ, പല ചാർട്ടുകൾ നോക്കുമ്പോൾ തൊട്ട് തലേ ദിവസത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ ഒന്നെങ്കിൽ ആ പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയയിൽ എത്തുമ്പോൾ അത് റിവേഴ്സ് ചെയ്യും. അതായത് ഒരുവിധം നോർമൽ ഡേയ്സിലെല്ലാം അത് അവിടെ എത്തുമ്പോൾ റിവേഴ്സ് ചെയ്യും. ഹൈ ന്യൂസോ കാര്യങ്ങളോ ഉള്ള സമയത്താണ് എനിക്കറിയില്ല റെസ്പെക്ട് ചെയ്യുമോ എന്നുള്ളത്. ആ സമയത്ത് ഞാൻ സ്റ്റോപ്പ് ലോസ് ഏറ്റെടുക്കാറാണ് പതിവ്. അല്ലാതെ ഞാൻ എടുക്കുന്ന എപ്പോഴും ശരിയെന്നൊന്നും പറയില്ല. പിന്നെ ആ വാല്യൂ ഏരിയ രണ്ടും നോക്കി വയ്ക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ഇനിഷ്യേറ്റീവ് ബയേഴ്സ് ആയിരിക്കുമോ റെസ്പോൺസീവ് ബയേഴ്സ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് സെല്ലേഴ്സ് ആയിരിക്കുമോ റെസ്പോൺസീവ് സെല്ലേഴ്സ് ആയിരിക്കുമോ അവിടെ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ടുള്ള കാര്യമായിട്ട് തോന്നും. പക്ഷേ നിങ്ങളുടെ ചാർട്ട് ഓപ്പൺ ആക്കി നോക്കുക. ഞാൻ ഒരിക്കലും ഒരു എന്താ പറയുന്ന അങ്ങനെ നടക്കാം അങ്ങനെ നടക്കാതിരിക്കാം അങ്ങനെയല്ല പറയുന്നത്. നമ്മളൊരു ടോപ്പിക് എടുത്ത് തന്നിട്ട് നിങ്ങളെടുത്ത് പറയുന്നത് നിങ്ങൾ ചാർട്ട് ഓപ്പൺ ആക്കി നോക്കുക. ഇനി നിങ്ങൾ നോക്കൂ, ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സീരീസ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചാർട്ട് റീഡ് ചെയ്ത് ഒരു ന്യൂസ്, ഏത് ന്യൂസ് വന്നാലും നിങ്ങൾ പേടിക്കത്തില്ല. ലൈക്ക് ഇതുപോലെ റഷ്യ ഉക്രൈൻ ഇതുപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമോ ഇത്തരത്തിലുള്ള ഭീകര സംഭവങ്ങളല്ല ഞാൻ പറയുന്നത്. അല്ലാതെ ഒരു നോർമൽ ന്യൂസോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് റിസൾട്ടോ കാര്യങ്ങളോ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, ഈ ഓവർ ന്യൂസിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക, അത്രയും ഞാൻ പറയത്തുള്ളൂ. അതൊന്നും കേട്ട് നിങ്ങൾ പിന്നെ പേടിക്കത്തില്ല. കാര്യം നിങ്ങൾ ടൈമും പ്രൈസും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ചാർട്ട് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നും വേണ്ടെന്നേ, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ആരുടെയും സഹായമല്ല ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് മനസ്സിലായിട്ടുള്ളവരുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇത് എഫക്റ്റീവായിട്ട് തോന്നുന്നു, നിങ്ങൾക്ക് പല കാര്യങ്ങൾ നോക്കുമ്പോൾ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദയവേത് അതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റിലിടുക. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. എല്ലാവരും എനിക്ക് പേഴ്സണലി ആണ് അയക്കുന്നത്. എല്ലാവരും പേഴ്സണലി അങ്ങനെ മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട്, അത് സൂപ്പറാണെന്ന് പറയുന്നു. അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ട് ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇതിനകത്ത് ഈ കണ്ടന്റിൽ എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടെന്ന് അവർക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലയിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക.
എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതെങ്ങനെ വേണോ, മെസ്സേജ് ആയിട്ടാണെങ്കിൽ അങ്ങനെ, കമൻറ്റിലാണെങ്കിൽ അങ്ങനെ, എങ്ങനെയായാലും കുഴപ്പമില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് കണ്ട് ഒന്നുകൂടെ റിവൈൻഡ് അടിച്ച് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ പർട്ടിക്കുലർ ഏരിയാസ് എല്ലാം ഒന്നുകൂടെ കണ്ടതിന് ശേഷം നേരെ ചാർട്ടിലോട്ട് പോവുക, പരിപാടി തുടങ്ങുക, മനസ്സിലാക്കി തുടങ്ങുക, ധൈര്യമായിട്ട് നിങ്ങൾ ട്രേഡിങ് തുടങ്ങുക. ഓരോരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. സോ ഇതൊക്കെ തന്നെയായിരുന്നു പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.